വയനാട് അമ്പലവയൽ കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ ഫാം ഓഫീസറെ വനിതാ ജീവനക്കാരി ആക്രമിച്ചു. ഫാം ഓഫീസർ അച്യുതന് മർദ്ദനത്തിൽ പരിക്കേറ്റു. ജോലി ചെയ്യാത്തത് ചോദ്യം ചെയ്ത വിരോധമാണ് മർദ്ദനത്തിന് കാരണം. മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സുജിത്ത് ഇപ്പത്തുണ്ട് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങളുമായി. സുജിത്ത്, ഒരുപാട് തൊഴിലാളികൾ അല്ലെങ്കിൽ സഹപ്രവർത്തകരൊക്കെ നിൽക്കുന്നിടത്ത് വെച്ചാണ് ഈ മർദ്ദനം നടന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും പരാതിയോ നടപടിയോ ഉണ്ടായിട്ടുണ്ടോ? ഗോകുൽ, കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. അത് കൃത്യമായി പറഞ്ഞാൽ 15-ാം തീയതിയാണ്. 15-ാം തീയതി വൈകിട്ട് 4:20 ഈ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് അതായത് ജീവനക്കാരിയായ സുലോചനയ്ക്കെതിരെയാണ് പരാതി നൽകിയിരിക്കുന്നത്. 35 വയസ്സാണ് ഇവരുടെ പ്രായം. ഇവർക്കെതിരെയാണ് ഇപ്പോൾ നിലവിൽ, ഇവരുടെ വീട് അമ്പലവയൽ തന്നെയാണ്. ഇവർക്കെതിരെയാണ് ഈ അച്യുത് എന്ന് പറയുന്ന ഫാം ഓഫീസർ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് ഫോണും മറ്റും ഉപയോഗിച്ചുകൊണ്ട് മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് പരാതി. ഈ പരാതിയിലാണ് ഇപ്പോൾ അമ്പലവയൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതായത് ഇതിന്റെ ആധാരമായ സംഭവം ഈ ജോലി ചെയ്യാതെ ഒപ്പിടാൻ വേണ്ടി വന്നു, അതിനെ എതിർത്തു എന്നുള്ളതാണ് ഉന്നയിക്കപ്പെടുന്ന പരാതി. അതേ തുടർന്ന് ഒപ്പിടരുത് എന്ന് പറഞ്ഞു. ഇതേ തുടർന്നുണ്ടായ തർക്കമാണ് ഇത്തരത്തിലൊരു സംഭവത്തിലേക്ക് എത്താനുള്ള കാരണം എന്നുള്ളതാണ് പറയപ്പെടുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള മർദ്ദനം ഏറ്റിട്ടുണ്ട്, ശരീരത്തിൽ മുറിവുണ്ടായിട്ടുണ്ട്, ശരീരത്തിൽ മാന്തുകയും ഒപ്പം തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തലയ്ക്ക് അടിക്കുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. തുടർന്ന് ഈ ബത്തേരി താലൂക്ക് ആശുപത്രിയിൽ ഈ അച്യുത ചികിത്സ തേടുകയാണ് ഉണ്ടായത്. ഇതിനുശേഷം പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ സുലോചനയുടെ പരാതിയിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അമ്പലവയൽ പോലീസ് തന്നെയാണ് ഈ കേസും രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ശരി സുജിത്ത്, ഏതായാലും തൊഴിലിടത്തിലെ തർക്കമാണ് വനിതാ ജീവനക്കാരി ഓഫീസറെ മർദ്ദിക്കുന്നതിലേക്ക് ചെന്നെത്തിയത്. ഏതായാലും ഇരു കൂട്ടരും പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.